ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ ദിവസം മുമ്പേ നമ്മൾ പറഞ്ഞ ആ മിനി മണി പൗച്ചിൻ്റെ ട്യൂട്ടോറിയലായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് ദിവസം മുമ്പേ ഉള്ള എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇതുപോലൊരു ട്യൂട്ടോറിയൽ വരുന്നുണ്ടെന്ന്. അതിനുള്ള സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഞാനത് ചെയ്യാതിരുന്നത്. ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. ആദ്യം കണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ അതിലെടുക്കണം. അതിനുശേഷം ഇതുപോലെ 18 ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റായിട്ട് 18ാമത്തെ ചെയിനിൽ ഇതുപോലെ ലോക്ക് ഇടണം. ഇതൊക്കെ നിങ്ങൾക്ക് കാണുന്നത് മനസ്സിലാവുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതിന് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെ നോക്കി ചെയ്യാം. ഇതിൽ ഈ പൗച്ച് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇതിൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചസ് ട്രിക്കിയല്ല, പക്ഷേ ചെയ്യുന്നത് കുറച്ച് ട്രിക്കിയാണ്. 13 വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ട്രിക്കിയാണ്. ഈ അടയ്ക്കുന്ന ആ ഭാഗം, ആ ലിഡ് വരുമ്പോഴത്തേക്കും കുറച്ച് ട്രിക്കിയാണ്, അല്ലാതെയും കുറച്ച് ട്രിക്കിയാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കണ്ടത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനൊരു ഇത് അതേപോലെ ചെയ്ത് പെർഫെക്റ്റായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ പകുതി ചെയ്യുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് പതുക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ക്രോഷറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വേണ്ടത് ക്ഷമയാണ് കേട്ടോ. അത് ഫസ്റ്റ്ലി മെയിനായിട്ട് വേണം. പിന്നെ ആദ്യം ഡിസ്പ്ലേയിൽ കാണിച്ച എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനൊരു ബേസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് അതിൻ്റെ അടിയിലുള്ള ആ നൂലുണ്ടല്ലോ, തുടങ്ങിയപ്പോൾ ഉള്ള ഒരു നൂല് വെട്ടിക്കളയുക. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഇതിൻ്റെ അത് കാണിക്കുന്നത് പോലെ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ആദ്യം രണ്ട് ചെയിൻ ഇടുക. എന്നിട്ട് അതിൽ സ്റ്റിച്ച് മാർക്കർ എന്തിനിടണമെന്ന് ചോദിച്ചാൽ ആ സ്റ്റിച്ച് മാർക്കർ ഇട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇങ്ങനെ ചുറ്റി വന്നതിന് ശേഷം അവിടെ നമ്മൾ വീണ്ടും സ്ലിറ്റ് ഇട്ട് അങ്ങനെയാണ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിതുപോലെ ക്രോഷി ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ എത്തിയിട്ടുണ്ട്. അവിടെ സ്റ്റിച്ച് മാർക്കർ മാറ്റുക. എന്നിട്ട് സ്ലിറ്റ് ഇടുക കേട്ടോ. സ്ലിറ്റ് ഇടുക. ഇങ്ങനെ ആ ഒരു ഇതിലോട്ട് കയറ്റിയതിന് ശേഷം വലിച്ചെടുത്തതിന് ശേഷം ഒന്ന് മുറുക്കുക കേട്ടോ. എന്നിട്ട് അവിടെ വീണ്ടും അതിൻ്റെ തൊട്ടടുത്ത് താഴെ കിടക്കുന്ന ആ സ്റ്റിച്ചിൽ മാർക്ക് ചെയ്യുക. എന്നതിന് ശേഷം അത് വീണ്ടും ചെയ്ത് തുടങ്ങുമ്പോഴത്തേതിന് മുമ്പേ 2 ചെയിൻ ഇട്ടതിന് ശേഷം വീണ്ടും 2ാമത്തെ ചെയിനിൽ സ്റ്റിച്ച് മാർക്കർ ഇടണം. ദെൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. ഇനി അങ്ങോട്ട് ഫുള്ള് സെയിം മെത്തേഡാണ് ചെയ്യേണ്ടത്. ഒന്നങ്ങോട്ടുമില്ല ഒന്നിങ്ങോട്ടുമില്ല, സെയിം മെത്തേഡാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കിതുപോലെ ഇനി ഞാൻ ബൊക്കറ്റ് പകുതി ചെയ്ത് വെച്ചേക്കുന്നെന്ന് പറഞ്ഞില്ലേ, ഇനി അത് ബാക്കി ഉണ്ടാക്കുന്നതിൻ്റെ ട്യൂട്ടോറിയൽ ഇനി വരുന്നതായിരിക്കും. ഒന്നെങ്കിൽ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ട്യൂട്ടോറിയലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് നോക്കി ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 2 ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.